ആർട്ടൊന്ന് സർവഭരണഭൂഷിയായി അണിഞ്ഞൊരുങ്ങി മുതിർന്നവർക്ക് ദക്ഷിണ കൊടുത്തുകൊണ്ട് എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി അവളാ വീട്ടിൽ നിന്നും പടിയിറങ്ങി. അവളുടെ ഇനിയുള്ള ജീവിതം എന്തെന്നറിയാതെ അവൾ അമ്പലത്തിലേക്ക് യാത്രയായി. അമ്പലനടയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മണ്ഡപത്തിൻ ചുറ്റും വലയം വെച്ച് അവൾക്കായി ഒരുക്കിയ ഇരിപ്പിടത്തിലിരുന്നു. തനിക്കരികിലായി കസവുമുണ്ടും കുർത്തയും അണിഞ്ഞിരിക്കുന്നവനെ നോക്കി അവൾ ഹൃദ്യമായി പുഞ്ചിരിച്ചു. അവനും അവൾക്കായി ഒരു നനുത്ത പുഞ്ചിരി സമ്മാനിച്ചു. പൂജാരി പൂജിച്ച ആലിലത്താലി അവളുടെ അച്ഛൻ നേരെ നീട്ടി അത് വാങ്ങിക്കാൻ കൈകൾ നീട്ടിയവൻ തെറിച്ചു വീഴുന്നത് കണ്ടാണെല്ലാവരും മുന്നിലേക്ക് നോക്കിയത്. വെളുത്ത മുഖവും കട്ടത്താടിയും കട്ടിമീശയും ഒക്കെയായിട്ടുള്ള ഒരുവൻ കൂടി നിന്നവരിൽ നിന്ന് ആരുടെയൊക്കെയോ നാവിൽ നിന്നും അവന്റെ പേരുച്ചരിച്ചു. കാശിനാഥൻ പലരുടെയും മുഖഭാവം അവനെ കാണെ മാറിമറിഞ്ഞു. ചെന്നികളിൽ വിയർപ്പുകൾ ചാലിട്ടൊഴുകി. അതെല്ലാം കാണെ അവന്റെ ചൊടിയിൽ പുച്ഛം നിറഞ്ഞു. അവൻ നടന്നുവന്നുകൊണ്ട് നിലത്ത് വീണുകിടക്കുന്നവന്റെ കോളറിൽ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞതല്ലേ, ഗൗതം ഈ കാശിനാഥന്റെ ട്രാക്കിൽ കയറി കളിക്കാൻ മാത്രം ഗൗതം മേനോൻ വളർന്നിട്ടില്ല എന്ന്. അപ്പോൾ നിനക്ക് പുച്ഛായിരുന്നില്ലേ? ഇപ്പൊ എന്ത് തോന്നുന്നെടാ പുന്നാര? ഹാഷ് ഹാഷ് അറ്റ് ഹാഷ് 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 യൂറോ യൂറോ പൗണ്ട് പൗണ്ട് മോനെ. അവന്റെ നേരെ മുഷ്ടി ചുരുട്ടി അടിക്കാൻ പോയതും പിന്നിൽ നിന്നും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്നവനെ പിടിച്ചുമാറ്റി അവരുടെ കൈകളിൽ നിന്ന് കുതറിക്കൊണ്ടിരുന്നവൻ കാശി എന്നയാളുടെ വിളിയിലടങ്ങി. പോലീസ് മേലുദ്യോഗസ്ഥൻ SI ശിവരാജൻ അങ്ങോട്ടു വന്നു. അയാളെ കണ്ടു കാശിയെ പിടിച്ചു നിർത്തിയവർ അവനെ സ്വതന്ത്രമാക്കി. ചുറ്റും നടക്കുന്നത് എന്തെന്നറിയാതെ കൂടി നിന്നവർ മുഖമുഖം നോക്കി നിന്നു. മാധവൻ തമ്പി SIയുടെ അടുക്കലോട്ട് ചെന്നുകൂടെ മേനോനുമുണ്ടായിരുന്നു. എന്താ സാറേ പ്രശ്നം? ഇവനാരാ? മാധവൻ തമ്പി ശാന്തതയോടുകൂടെ SIയോട് ചോദിച്ചു. ഈ നിൽക്കുന്ന ഗൗതം മയക്കുമരുന്ന് വിൽപ്പന സംഘത്തിന്റെ തലവനാണ്. ബാംഗ്ലൂർ പോലീസ് ഇവനിക്കെതിരെ അറസ്റ്റ് വാറന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവൻ അതിവിദഗ്ധമായി അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടതാണ്. SI പറഞ്ഞു നിർത്തുമ്പോഴേക്കും ഗൗതം പറഞ്ഞു തുടങ്ങി. സാർ, ഇവൻ എന്നെ മനഃപൂർവ്വം കൊടുക്കാൻ നോക്കുന്നതാണ്. ഇതൊന്നുമുള്ളതല്ല. ഗൗതം മാധവനും മേനോനും മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞു. മിസ്റ്റർ മാധവൻ സാർ, ഇവനെപ്പോലെയുള്ളവനെ കൊണ്ടുവേണോ മകൾക്ക് വരനായി? അയാൾ മേനോനെ തറപ്പിച്ചു നോക്കി. മേനോനെ, ഈ വിവാഹം ഇനി നടക്കില്ല. എന്റെ മകൾക്ക് ഇവനെപ്പോലെയുള്ള ഒരുത്തൻ വേണ്ട വരാനായി. എടോ തമ്പി, ഏതോ ഒരുത്തൻ വന്നു പറഞ്ഞതൊക്കെ താൻ വിശ്വസിച്ചോ? ഇവൻ ബിസിനസ്സിൽ ധാരാളം ശത്രുക്കളുണ്ട്. അതുവഴി വന്ന ഒരു ചതിയാണിത്. അല്ലാതെ എന്റെ മകൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നെനിക്ക് 100% ഉറപ്പാണ്. എന്ന പിന്നെ ഗൗതമിനി ഈ നിൽക്കുന്ന മേനോന്റെ മകനായിരിക്കില്ല. പുച്ഛത്തോടെ അതും പറഞ്ഞുകൊണ്ട് കാശി അവർക്കരികിലെത്തി. എടാ ഗൗതം, അവനിക്ക് നേരെ അലറിയതും പോലീസ് കോൺസ്റ്റബിൾ അവനെ പിടിച്ചുവെച്ച് കൈയിൽ വിലങ്ങണിയിച്ചു. കഥയുടെ ബാക്കി അക്ഷരതാളുകൾ ആപ്പിൽ ലഭ്യമാണ്.